ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് പോകുന്നത് കോട്ടക്കലിലേക്കാണ്. കോട്ടക്കലിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു എക്സ്പാൻഷൻ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, ഒരു ജെൻസിൻ്റെ ഷോപ്പുണ്ട്. പിന്നെ അവർ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിളിച്ചിരുന്നു. അവർ ഒരു പുതിയൊരു ഒരു ഓഫറിൻ്റെ ഒന്ന് പ്രൊമോഷൻ വേണ്ടിയിട്ട്. ഞങ്ങളങ്ങനെ പോകാറില്ല ഇവിടെ. പക്ഷേ ഈ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ അവരുടെ കസ്റ്റമേഴ്സിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഒരു സ്കൂട്ടറാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ പോവാം, കാരണം എൻ്റെ ഫോളോവേഴ്സിൽ പെട്ട ആർക്കെങ്കിലും അത് കിട്ടുവാണെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ ഞാൻ ജെസ്സിനെ വിളിച്ചു, ഷെബീനെ വിളിച്ചു, നമ്മുടെ ഷെമീമൊക്കെ ഉണ്ട്. ഷെമീക്ക് പക്ഷേ നമ്മളിപ്പോൾ വരുന്നില്ല, നമ്മൾ മൂപ്പറെ കാണാൻ വേണ്ടി ഇവിടെ ചവിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ നേരെ പോകുന്നത് കോട്ടക്കലിലേക്കാണ്. കോട്ടക്കൽ അവിടെ എടരിക്കോട് എന്ന സ്ഥലത്ത് ഒരു എക്സ്പാൻഷൻ ഷോറൂം ഉണ്ട്. പിന്നെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 10-18 ബ്രാഞ്ചൊക്കെ ഉള്ള ഷോപ്പാണ്. അവർ എൻ്റെ നാട്ടിൽ ഇരിട്ടിയിലുണ്ട്, കണ്ണൂർ, തലശ്ശേരിയും, കണ്ണൂർ ജില്ലയിൽ ഒരുപാട് സ്ഥലത്ത് അവരുടെ ഷോപ്പുകളുണ്ട്. അപ്പം പിന്നെ എനിക്കിപ്പോൾ തോന്നി നല്ല ബ്രാൻഡാണ്. അപ്പോൾ നമുക്കത് പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തത്. അറിയാമല്ലോ, ഞങ്ങൾ പ്രൊമോഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റിയുടെ ബ്രാൻഡുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് പോവാം, അവിടെ പോയിട്ട് അവരുടെ ബൈക്കിൻ്റെ ഓഫർ കാണാം, അതുപോലെ പിന്നെ എങ്ങനെയാണ് അത് കിട്ടുന്നതെന്ന് കാണിച്ചിടാം. പിന്നെ ഇന്നത്തെ പരിപാടി ആൾക്കാരൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയും അങ്ങനെ ഷെയറിംഗ് ഒന്നും ഉണ്ടായില്ല. ആകെ ഇൻസ്റ്റയിലൊരു പോസ്റ്റ് മാത്രം ഇട്ടില്ലു, കാരണം പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ട് കേട്ടോ. ഒരിക്കലും അങ്ങനെയുള്ള പരിപാടിക്ക് പോകുന്ന നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പോവുകയും ചെയ്താന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമുക്ക് നേരെ വിടാം കോട്ടക്കലിലേക്ക്. കോട്ടക്കലിൽ പോയിട്ട് അവിടെ എക്സ്പാൻഷൻ്റെ ഷോറൂമിലെ ആ ബൈക്ക് എങ്ങനെ നിങ്ങൾ കിട്ടും എന്ന് കാണിച്ചിടാം. ഓക്കെ. ഉള്ളിക്കേട്ട് വേർക്കാം, ഉള്ളിക്കേട്ട് വേഗം കുഴപ്പമില്ല. ഒരു മിനിറ്റ് ഉള്ളിക്കേട്ട് വേർക്കാം. കുടിച്ചോ വരാം. ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങനെ അനൗൺസ്മെന്റ് ചെയ്തിട്ടൊന്നുമില്ല. കാരണം അറിയാലോ, കഴിഞ്ഞ നമ്മളൊരു അനൗൺസ്മെന്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ട് അനൗൺസ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ ഇത്തവണ ജസ്റ്റ് അവർ ഇപ്പം അവരുടെ ഒരു ആവശ്യപ്രകാരം അവരൊരു പോസ്റ്റ് ഇട്ടു. ഞാൻ എൻ്റെ ഒരു ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടുന്നതിൽ അതുള്ള വേറെ എവിടെ അനൗൺസ് ചെയ്തില്ല. കാരണം ആൾക്കാരൊന്നും വേണ്ട, ആരും അറിയാതെ വന്ന് ചെയ്തിട്ട് നല്ല പ്ലാനായിരുന്നു. പക്ഷെ എന്നാലും ഇത് മലപ്പുറം ആയതുകൊണ്ടും പ്രത്യേകിച്ച് കോട്ടക്കലായതുകൊണ്ടും ഒരുപാട് ആൾക്കാർ താഴെയുണ്ട്. ഞാൻ ഈ ഒരു എക്സ്പാൻഷൻ ഷോറൂമിന് ഫസ്റ്റ് ഫ്ലോറിലുള്ള കേട്ടോ. സോ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവരൊരു ബൈക്ക് നിങ്ങൾക്ക് ഗിവ് അവേ തരുന്നുണ്ട്. ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതിന്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫോളോവേഴ്സ് ഒരാൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമില്ല. അപ്പോൾ നമ്മുടെ എക്സ്പാൻഷൻ്റെ പ്രതിനിധി 1, 2, 3 ആളുണ്ട്. ഓക്കെ, എന്താണ് ശരിക്കും ഇവിടെ നടക്കുന്നത്? ഇപ്പം ബൈക്കിൻ്റെ എന്താ സംഭവം? ബൈക്ക് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നതാണ്. 499 മിനിമം പർച്ചേസ് ചെയ്താൽ കൂപ്പൺ വെച്ചിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും വേറെ പരിപാടികളൊന്നും ഇല്ല. സാധനം വാങ്ങിയിട്ട് നിങ്ങൾ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് 499 ആണ്. ഇപ്പോൾ 1000 പർച്ചേസ് ചെയ്താൽ 2 കൂപ്പൺ കിട്ടും. 499 ഒരു കൂപ്പൺ. അപ്പോൾ അതിന് ഡബിൾ ആകുമ്പോൾ 2 കൂപ്പൺ, ട്രിപ്പിൾ ആകുമ്പോൾ 3 കൂപ്പൺ. ഇപ്പോൾ 4900 ആകുമ്പോൾ 10 കിട്ടും. ഫൈൻ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്കീം. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കോട്ടക്കലുള്ള ഈ ഒരു എക്സ്പാൻഷൻ ഷോറൂമിൽ വന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 499 രൂപയുടെ ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യും. ഓഫ് കോഴ്സ് നമ്മളൊക്കെ കുപ്പായം ഇട്ടാണ് നടക്കാതെ ആരുമില്ല, എന്തായാലും നമ്മൾ പർച്ചേസ് ചെയ്യും. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഇവരൊരു കൂപ്പൺ തരും. ആ കൂപ്പൺ നിങ്ങൾ ഇവിടുത്തെ ഷോപ്പിന് ഇവിടെ തന്നെ ബോക്സ് ഉണ്ട്. ആ ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴാണ് നറുക്കെടുപ്പ്? ജനുവരി 1 നറുക്കെടുപ്പ്. ഓൾമോസ്റ്റ് നമുക്ക് 2 മാസം സമയമുണ്ട്. ഈ ഒരു നവംബർ, ഡിസംബർ മാസങ്ങളിൽ വന്നിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ മതി. വേറെ കാര്യം കൂടിയുണ്ട്, ഈ എക്സ്പാൻഷൻ എന്നുള്ള ബ്രാൻഡ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാനത് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ നാട്ടിലുണ്ട്, ഇരിട്ടിയിലുണ്ട്. പിന്നെ ഞാൻ മുമ്പ് ട്രൗസറൊക്കെ അവരുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് പിന്നെ ഞാൻ ഉപയോഗിച്ചിരുന്നു. അപ്പം ഇവരുടെ പ്രൊഡക്റ്റ് വേറൊരു ഒരു ക്വാളിറ്റി കൊടുക്കുന്നു. എന്താ വെച്ചാൽ പിന്നെ ഇവരുടെ പ്രീമിയം ക്വാളിറ്റിയാണ് അല്ലേ? പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്, പക്ഷേ റീസണബിൾ പ്രൈസ് ആണ്. നിങ്ങളെ ഡ്രസ്സിനൊക്കെ നോർമൽ എത്ര റേറ്റ് വരുന്നത്? ഇപ്പോൾ ഈ ടീഷർട്ട്സ് ടീഷർട്ട്സ് എത്ര റേറ്റ് വരുന്നത്? ഇപ്പോൾ
നമ്മൾ ടീഷർട്ട് 299 സ്റ്റാർട്ടിംഗ് ആണ്. ഫുൾ സ്ലീവ് വരുന്നത് 399. 399 ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഓക്കെ, പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് ക്വാളിറ്റി വേണം, നല്ല ക്വാളിറ്റി. ഞാൻ വെറുതെ തള്ളുന്നില്ല, ഞാൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ പറയണം കേട്ടോ. നല്ല ക്വാളിറ്റി കാര്യങ്ങളാണ്. അതുപോലെ ജീൻസ് പാൻറ്. അപ്പോൾ ഈ ജീൻസ് പാൻറ് ഉണ്ടോ, വലിയൊരു ഇത് നിങ്ങൾ ഓൺ ബ്രാൻഡ് വരുന്നത്. ഇവിടെ എക്സ്പാൻഷൻ നിങ്ങൾ എക്സ്പാൻഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഓൺ പ്രൊഡക്ഷൻ ആണ്, ഇവിടെ ഓൺ ഫാക്ടറിയിൽ അടിച്ചിട്ടുള്ള മുതലാണ്. ഇതിന് ഓൾമോസ്റ്റ് റേറ്റ് വന്നു നിങ്ങളുടെ ജീൻസിന് 999 നമുക്കിത് കിട്ടും കേട്ടോ. 999 ആണ് വെച്ചിട്ട് നിങ്ങൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സാധനം അടിപൊളിയാണ്. ഓക്കെ, വേറെ എന്തുള്ളത്? എത്ര മാസത്തേക്ക്? 2 മാസത്തേക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ റീപ്ലേസ്മെന്റ് വാറണ്ടി തരും കേട്ടോ. ഓക്കെ, വേറെ എന്താ നമുക്കിപ്പോൾ കാണിക്കാനല്ലേ? ഈ പാൻറ് ആണെങ്കിലോ, ഇങ്ങനത്തെ പാൻറ് ആണെങ്കിൽ ഇത് ജീൻ തന്നെയാണ്. ഇത് കോട്ടൺ പാൻറ്. ഓക്കെ, കോട്ടൺ നമുക്കിപ്പോൾ കല്യാണം പോലത്തെ കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റിയല്ല. ഇതടി ഇവിടെ കേട്ടോ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് റേറ്റ് ഇത്ര വരുന്നത്? അപ്പോൾ ഇതിന് 999 ആണ്. അങ്ങനെ സ്റ്റിച്ചിങ് ആണ് ഇവിടുത്തെ ശിവരം. ഈ സ്റ്റിച്ചിങ് ആണ് ഇവർ. കാരണം ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് ഏകദേശം മനസ്സിലാവും എന്താണ് ഇവരുടെ പ്രൊഡക്റ്റ് എന്നില്ല കേട്ടോ. വേറെ ഒന്നും കൂടി ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് ഉള്ള ഷർട്ട് ആയിക്കോട്ടെ, പാൻറ് ആയിക്കോട്ടെ, ടീഷർട്ട്സ് ആയിക്കോട്ടെ, എല്ലാം ഓൺ പ്രൊഡക്ഷൻ. വേറെ ബ്രാൻഡൊന്നും ഉണ്ടെങ്കിലോ? ഓൺ ബ്രാൻഡ് മാത്രമേ ചെയ്യുന്നത്. ഈ കാണുന്ന മുഴുവൻ ഇത് പക്ക ഫോമല്ല. ഓക്കെ, 799 ആണ്. 799 രൂപ. അപ്പോൾ ഇതിന് ശരിക്കും ഒരു കൂപ്പൺ കിട്ടും. ഇതിൻ്റെ കൂടെ ഒരു ടീഷർട്ട് കൂടെ വാങ്ങിക്കാൻ 2 കൂപ്പൺ. ഫോമൽ കേട്ടോ, ഫാമിലി കേട്ടോ. ഇത് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഓക്കെ. ഞാൻ ഇതിന് എത്ര? 500 699 കേട്ടോ. ഇതെനിക്ക് തോന്നുന്നത് കുഴപ്പമില്ലാത്ത സാധനം, ക്വാളിറ്റിയും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ജോർജിയയിലെ പോകുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി കൂടുതൽ, അത് റേറ്റ് കൊടുക്കും. ചില സമയത്ത് നമ്മളിപ്പം റേറ്റ് കുറവാന്ന് വെച്ചിട്ട് പിന്നെ ലോക്കൽ ക്വാളിറ്റി ആണെന്ന് വെക്കും. പക്ഷെ അങ്ങനെയല്ല, പ്രീമിയം ക്വാളിറ്റി അല്ല. പക്ഷേ ആൾക്കാർക്ക് കുറച്ചും കൂടി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാട്ടോ. അതാണ് അതിൻ്റെ റീസൺ. കറക്റ്റായിരിക്കും. അതിനൊക്കെ ചേഞ്ച് നോക്കിയിട്ട് ഒരു റീസണിൻ്റെ മാറ്റമല്ല. 799. ഞാൻ ഷർട്ട് ഉപയോഗിക്കില്ല, പക്ഷെ എന്നാലും ഷർട്ടിനെ പറ്റി ഇതൊന്നും അടിപൊളിയാണ്. ജസീൽ പറഞ്ഞിട്ട് ജസീലിൻ്റെ കല്യാണത്തിന് നമ്മൾ എക്സ്പാൻഷൻ ഡ്രസ്സൊക്കെ എടുക്കുന്നത് ഡിസംബറിൽ വരുന്നുണ്ട്. മുതലാളി ഡിസ്കൗണ്ട് ഒക്കെ തരും. ചെവിയുടെ മറ്റു ദിവസമാണ് ഞാനെടുത്ത് പൈസ കൊടുക്കണേ. പിന്നല്ല, പൈസ കുറവേണ്ട എന്തായാലും കൊടുക്കാറ്. നമ്മൾ 2 ഫിറ്റ് വരുന്നുണ്ട്. ടർക്കിഷ് ഫിറ്റ്, റിലാക്സ് ഫിറ്റ്. എന്ന് വെച്ചാൽ ടർക്കിഷ് ഫിറ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ബോഡി ഫിറ്റ് ആണ്. ബോഡി ഫിറ്റ് ആയിരിക്കും. ഓക്കെ, ആൾട്രേഷൻ വേണ്ട, ആൾട്രേഷനും കാര്യങ്ങളൊന്നും വേണ്ട, കറക്റ്റ് ആയിരിക്കും. തുർക്കിഷ് ഫിറ്റ് വെച്ചാൽ അൾട്രാക്ഷൻ വേണ്ട, കറക്റ്റ് ആയിരിക്കും. പിന്നെ അത് ഫിറ്റ് വരുന്നത് റിലാക്സ് ഫിറ്റ്. അത് കുറച്ചുകൂടി ലൂസ് ആയിരിക്കും. ചൂട് കാലത്ത് കിട്ടാൻ പറ്റുന്ന ഒരു പക്ഷേ അതായിരിക്കും കുറച്ചും ഫ്രീ ആയിട്ട് എടുക്കുന്ന സാധനം. പിന്നെ ഇവിടെ ഒരുപാട് കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ട്. എന്തൊക്കെ മെയിൻ ആയിട്ടുള്ളത്? ഷർട്ട്, ടീഷർട്ട്, ഫുൾ സ്ലീവ്, ഹാഫ് സ്ലീവ്, പിന്നെ ജീൻസ് പാൻറ്, ട്രാക്ക് സൂട്ട്, പിന്നെ ജെൻസിന് മാത്രമേ. അത് മറന്നു ഒരു പെമ്പിളിന്റെ കയ്യിൽ കാര്യമില്ല, ഇവിടെ ആണുങ്ങൾക്ക് മാത്രമേ. ജെൻസിനുള്ള എല്ലാം ജെട്ടിയും ഉണ്ട്. എക്സ്പാൻഷൻ ഇവിടെ ഉടുക്കാണ്ട് വന്നാൽ ഉടുത്തിട്ട് പോകാൻ പറ്റും, എല്ലാം ഉണ്ട് അല്ലേ? അതുകൊണ്ട് പേഴ്സും ഉണ്ട്, വാലറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. കംപ്ലീറ്റ് ഒരു ജെൻസിന്റെ ഷോറൂമാണ്, കംപ്ലീറ്റ്ലി ജെൻസ് ഷോറൂം കേട്ടോ. ഒരു പുതിയ ആളെ കിട്ടിയിട്ടുണ്ട്. അത് ഇവരുടെ ഷോറൂമിന് എണ്ണോ ഇപ്പം പറഞ്ഞ് തെറ്റിക്കോ കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ഇവരെ കൂട്ടിക്കൊണ്ടാണ്. എത്ര ഷോറൂം ഉണ്ട് കേരളത്തിൽ? നമുക്കിപ്പോൾ കറന്റ് 15 സ്റ്റോഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ 2018 സ്റ്റാർട്ട് ചെയ്തത്. ഇൻഷാല്ലി 3 സ്റ്റോഴ്സും കൂടി വരുന്നുണ്ട്. നമ്മളിപ്പോൾ തൃശ്ശൂർ വരുന്നുണ്ട്, പിന്നെ വടകര വരുന്നുണ്ട്, പയ്യന്നൂർ വരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ഈ 4 ജില്ല മലബാർ മേഖലയിലാണ് മെയിനായിട്ട് ഇപ്പോൾ. അതിങ്ങനെ എക്സ്പാൻഷൻ നമ്മളിപ്പോൾ എറണാകുളം സ്റ്റോറിൽ കൊയിലാണ്ടി നമ്മുടെ സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടെ ബാലുശ്ശേരി ഇപ്പോൾ സ്റ്റോർ തുറന്നിട്ടുണ്ട്. ബാലുശ്ശേരിയിലുണ്ട് കേട്ടോ. കൊയിലാണ്ടിന്റെ അടുത്ത് ഹൈലൈറ്റ് മാൾ നമ്മളിപ്പോൾ ഓപ്പൺ ആയതാണ്. ഈ
ഏപ്രിലാണ് ഓപ്പൺ ആയത്. അപ്പോൾ 2018 സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 3 വർഷത്തിൽ തന്നെ ഇപ്പോൾ 2 ടൈം കോവിഡ് വന്ന ആ ടൈമിലും നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ 15 സ്റ്റോഴ്സിൽ ആയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഒരു ഫാസ്റ്റ് ഗ്രോത്ത് ആണോ, അത് അതിൽ തന്നെ മനസ്സിലാക്കാം ഒരു പ്രോഡക്റ്റിൻ്റെ എന്താണ് ക്വാളിറ്റി, എത്രത്തോളം കസ്റ്റമേഴ്സ് അവർക്ക് വരുന്നത്. കാരണം 2018 2020 മരിച്ച കൊല്ലം നോക്കണ്ട, 19-20 അപ്പോൾ ഒരു കൊല്ലം വിട്ടേ കഴിച്ചാൽ 2 കൊല്ലം കൊണ്ടാണ് അവർ അത്രയും ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. മീൻസ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ട് നടത്തും, അല്ലാണ്ട് അവിടെ ഇവിടെ മുക്കിൽ മൂലം ആരും പീടി ഉണ്ടാക്കി വെക്കുമല്ലോ. വേറെ എക്സ്പാൻഷനെ പറ്റി പറയാനുള്ളത്? നമുക്കിപ്പോൾ വെബ്സൈറ്റ് ഉണ്ട്. നമുക്ക് ഭയങ്കര എക്സ്പാൻഷൻ എന്ത് സാധനം പറയാം. ഞാൻ HR ആണ്. വെറുതെ ഇത്ര ഓക്കെ. വെബ്സൈറ്റ് എന്തുള്ളത്? നമ്മുടെ ഓൺ വെബ്സൈറ്റ് ആണ് എക്സ്പാൻഷൻ. അതിൽ നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ കറന്റ് ഓഫേഴ്സും അവൈലബിൾ ആണ്. ഓൺലൈനോട് ഞങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. സ്റ്റോഴ്സിൽ ഇത് ഉണ്ടാവും. സ്റ്റോഴ്സിൽ ഇപ്പോൾ അവൈലബിൾ ഇല്ലാത്ത ഓഫേഴ്സും നമുക്ക് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാൻ മിനിമം ചാർജ് അങ്ങനെ വരുന്നുണ്ടോ? നമ്മൾ 799 താഴെയാണെങ്കിൽ ഒരു 49 കേരളയിൽ ചാർജ് വരുന്നുണ്ട്. പിന്നെ 99 രണ്ടെണ്ണം വാങ്ങി ഓർഡർ ചെയ്താൽ 49 799 ആണ് നമ്മുടെ പ്രൊഡക്ഷൻ മിക്ക വരുന്നത്. അപ്പോൾ നമ്മൾ ഓഫേഴ്സ് വരുമ്പോഴാണ് അതിൻ്റെ ഡെലിവറി ചാർജ് വരുന്നത്. യെസ്, ഏകദേശം മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. പിന്നെ നമ്മൾ ആൾക്കാർ അറിയുന്ന ഒരു ബ്രാൻഡാകുമ്പോൾ നമ്മൾ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് സംഭവം, ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ചക്കയാണ്, മാങ്ങയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ആൾക്കാർക്ക് ബ്രാൻഡ് കേൾക്കുമെന്ന് അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. പിന്നെ ഈ ഒരു സ്കൂട്ടറിന്റെ ഓഫർ മെയിനായിട്ട് ഓടുന്നത് ഈ കോട്ടക്കലിലുള്ള എക്സ്പാൻഷനിലാണ്. കോട്ടക്കലിലെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ ബ്രോ? എടരിക്കോട്. കോട്ടക്കൽ ടൗണിൽ മുന്നേ ആ 1 way റൈറ്റ് സൈഡ്, പോസ്റ്റ് ഓഫീസിൽ കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ളതാണ് എടരിക്കോട്. അവിടെയാണ് ഈ എക്സ്പാൻഷൻ്റെ ഷോറൂം ഉള്ളത്. ഞാൻ അതിൻ്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ഞാൻ താഴെ ഇട്ടുതരാം. പിന്നെ മൂപ്പര് പറഞ്ഞ വെബ്സൈറ്റ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെങ്കിൽ ഡയറക്റ്റ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട്. ലിങ്കും ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഇട്ടാം. ടെക്സ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ബാക്കി അവർ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട്. പറഞ്ഞു. ഓക്കെ, ഞാൻ അത് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അതിൽ നിങ്ങൾ വിളിച്ചാൽ മതി. സോ ഇനി നമുക്ക് ഇതിൽ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയാനുള്ളത്? ഓഫേഴ്സ് നമുക്ക് ഓൾറെഡി വെബ്സൈറ്റിലുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റോഴ്സിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എല്ലാം 1000 ബിലോ ആണ് വരുന്നത്. അപ്പോൾ ആ പ്രൊഡക്റ്റിൽ തന്നെ ഒരുവിധം കസ്റ്റമേഴ്സ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമ്മൾ ഓഫേഴ്സ് വരുമ്പോൾ എൻഡ് ഓഫ് സീസൺ സെയിലൊക്കെ വരുമ്പോൾ അത് കസ്റ്റമേഴ്സിന് ഒരിക്കലും നിങ്ങളൊരു സ്കൂട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരിക്കലും ഞാനത് പറയുന്നില്ല. പക്ഷേങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ ഇവരെ ഡ്രസ്സ് നോക്കി ക്വാളിറ്റി നോക്കി നിങ്ങൾ ഓക്കെയാണെന്ന് തന്നെ വാങ്ങിയാൽ മതി. പക്ഷേ ഉറപ്പാണ് നിങ്ങൾ വാങ്ങും, കൺഫേം ആട്ടോ, അതിൽ യാതൊരു സംശയമില്ല. അല്ലാതെ ഒരിക്കലും ഞാൻ ഇത്രയും ദൂരം പെട്രോൾ എത്തിച്ചിട്ട് ഇവർ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ ആരും വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോ കമ്പനികളോട് നമുക്കറിയാം, അവരുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് അവർ ഓക്കെ ആണെന്ന് മനസ്സിലാക്കി മാത്രമേ നമ്മുടെ ചാനൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോഴും പറഞ്ഞു നിങ്ങൾ ഇവിടെ വാ, വണ്ടിയുടെ ഇവിടെ താഴെ ഡിസ്പ്ലേ എടുക്കണമല്ലോ, നിങ്ങൾ വന്ന് ഇവരുടെ ഡീറ്റെയിൽസ് ചോദിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്താൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. പക്ഷെ പോകാനില്ലല്ലേ, മടക്കി പൈസക്ക് ഡ്രസ്സ് വാങ്ങുന്നില്ലേ, അതൊരു ഇതല്ലേ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കോട്ടക്കലുള്ള ഈ ഒരു ഷോറൂമിലാണ് ഇപ്പോൾ ഒരു ബൈക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. പക്ഷേങ്കിൽ ഇവരെന്തായാലും മറ്റ് ഷോറൂമുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനെപ്പറ്റി അവർ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ആ ഒരു ഇത് അനുസരിച്ചായിരിക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു 4 സ്റ്റോർ പുതിയ ഓപ്പൺ വരുന്നുണ്ട്. അവിടെയും ഒരുപക്ഷെ അവർ ഈ ഒരു സ്കൂട്ടേഴ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രൈസ് ഒക്കെ വെക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ലൊക്കേഷൻ എവിടെ? 4 സ്റ്റോഴ്സ് ഇപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് ബത്തേരിയാണ്. ബത്തേരി തൊട്ടപ്പറ്റോളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. പിന്നെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് ഓപ്പൺ ആയത്. പിന്നെ മഞ്ചേരി പാണ്ടിക്കാട് ബൈപ്പാസിൻ്റെ അടുത്താണ്. ബാലുശ്ശേരി, പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൊയിലാണ്ടിയിലെ നമ്മുടെ സ്റ്റോർ ബാലുശ്ശേരി പറഞ്ഞിരുന്നു. ഇപ്പോൾ 2 വയനാട്, 1 മലപ്പുറം, 1 കോഴിക്കോട്, ഈ 4 സ്ഥലങ്ങളിൽ അവർ പുതിയൊരു ഓപ്പൺ ആകുന്നുണ്ട്. ഓപ്പൺ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവിടുത്തെ ആൾക്കാർക്കും ഒരു ഗിവ് ബാക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യും. ഇനി നമുക്ക് താഴെ പോകാം. താഴെ പോയിട്ട് ഏതാണ് വണ്ടി എന്ന് അറിയില്ല, ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് അടിച്ച് നോക്കിയ ആൾക്കാർക്ക് മനസ്സിലായിട്ട് ഏതാ വണ്ടി എന്നില്ല. ഒരു താഴെ നമ്മുടെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറയുമ്പോൾ കുറച്ച് ഒരു റിസ്ക് ആണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. അപ്പോൾ അവർ മുമ്പ് തന്നെ നമുക്കതിൽ വണ്ടി ഒന്ന് റിവീൽ ചെയ്യാം കേട്ടോ. അപ്പോൾ താഴേക്കോ
ഞാൻ പറഞ്ഞ പോലെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ സൗണ്ടിലാണ് ചെയ്യാൻ പറ്റും, സൗണ്ടോടെ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അതിൽ ഓപ്പൺ ആക്കല്ലേ എല്ലാവരും. ഇതാണ് വണ്ടി കേട്ടോ, സ്കൂട്ടറാണ്. ഏതാ മോഡൽ നേരെ പുറത്തൊക്കെ എത്തിയിട്ട് പറഞ്ഞുതരാം. കാരണം ഇവിടെ നിന്ന് പറയാൻ കഴിയില്ല. ആക്സസ് 125 ആക്സസ് 125 ആണ് ഇവിടെ മക്കളെ. ഒരു മിനിറ്റ് സാധനം വണ്ടി കാക്കോട്ടെ തള്ളി തള്ളി എല്ലാവരും 2 മിനിറ്റ്. വണ്ടി ശരിക്കും പറഞ്ഞാൽ ഏതാണ് സുസുക്കിയുടെ എക്സസ് 125 എന്ന മോഡൽ വണ്ടി. അത് കാണിച്ചിടാനൊന്നും പറ്റില്ല. താഴെ ഷോറൂമിലുണ്ട്, നേരിട്ട് കാണുന്നുള്ളവർ ഈ പറഞ്ഞ കോട്ടക്കലുള്ള എക്സ്പാൻഷൻ ഷോറൂമിൽ വന്നാൽ മതി. നമ്മൾ വിചാരിച്ചാൽ ഇവിടെ വന്ന് ഷോറൂം മൊത്തമായിട്ട് കാണിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ച് വണ്ടി കാണിച്ച് ആ ഡ്രോനെ പറ്റി നിങ്ങളോടൊക്കെ പറഞ്ഞു. ഇതൊക്കെയായിരുന്നു പ്ലാന്. പക്ഷെ എല്ലാം ചീറ്റിപ്പോയി. ഒച്ച കേൾക്കുന്നുണ്ട് നിങ്ങൾ? താഴെ മൊത്തം നമ്മുടെ ഫോളോവേഴ്സാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നാലും സന്തോഷമുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരുടെ ജീവിതത്തിൽ അത്രയും സമയം മുടക്കിയിട്ട് നമ്മളെ കാണാൻ വരുമോ എന്ന് പറയുമ്പോൾ സോ ഹാപ്പിയാണ്. പക്ഷേ എങ്കിൽ ചില സമയത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഞാൻ എൻ്റെ ടീഷർട്ടൊക്കെ കീറി ഇവര് ഡിസ്പ്ലേ പഠിച്ച പുതിയ വണ്ടി എന്തായെന്നുള്ളത് പിള്ളേർ പോയിട്ട് വേണം നോക്കണമെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ എല്ലാ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ വേറെ എന്താ പറയുക, അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും നിങ്ങൾ ഈ ഒരു മലപ്പുറം കോട്ടക്കൽ ഏരിയയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സ്പാൻഷൻ്റെ ഷോറൂമിലേക്ക് വരിക. എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ കളക്ട് ചെയ്യുക. അതല്ല നിങ്ങളിപ്പോൾ കണ്ണൂർ, കോഴിക്കോട്, അതുപോലെ തന്നെ വയനാട് ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലൊക്കേഷൻസ് കിട്ടും. ഒന്നും വേണ്ട, നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ എക്സ്പാൻഷൻ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാനിവിടെ വന്നതിന് അങ്ങനെയാണ്. ഗൂഗിൾ മാപ്പിൽ എക്സ്പാൻഷൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റ് വരും കറക്റ്റ് എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അടിച്ചാൽ മതി. നിങ്ങൾ അവിടെ പോവാം. അവിടെ പോയിട്ട് നിങ്ങൾ ഇവരുടെ പ്രൊഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്യും. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഒരുപക്ഷെ ഗിവേഴ്സ് വരും. അപ്പം അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യും കേട്ടോ. വേറെ കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ അറിയില്ല, 15 ഷോറൂംസ് ഓൾറെഡി ഇവർക്കുണ്ട്. 3 അവർ ഓപ്പൺ ആകുന്നുണ്ട്. ഓൾമോസ്റ്റ് 18 അടുത്ത് ഇപ്പോൾ റണ്ണിങ്ങിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും ജില്ലയിലുള്ള ആൾക്കാരാണ്, തൃശ്ശൂർ അല്ലെങ്കിൽ ട്രിവാൻഡ്രം, തൃശ്ശൂർ, കൊല്ലം, എറണാകുളം ഇതുപോലെ ഉള്ള ജില്ലയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ എക്സ്പാൻഷൻ ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഷോറൂം, ഒരു ഫ്രാഞ്ചൈസി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാൻ കേട്ടോ. അവരുടെ കസ്റ്റമർ കെയറുടെ നമ്പർ ഞാൻ ഇവിടെ തരുന്നത്, അതിൽ കോൾ ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് അവർ തരും. ഓക്കെ, വേറെ എന്താ പറയുക, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നത്. താഴെയുള്ള ആൾക്കാരോടാണ്. നിങ്ങൾ താഴെ നിന്നാണ് ഉള്ളത്, ഞാൻ മുകളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷെ നിങ്ങളെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒന്നും തോന്നരുത്, ഞാൻ ബേക്ക് ഡോർ വഴി മുങ്ങാൻ പോവുകയാണ്. കാണാൻ സത്യം പറഞ്ഞാൽ ചോറ് പോലെ നിന്നാണ് ഇവിടെ വന്നിട്ടില്ല. ഞാൻ സൈഡായിട്ടോ ഒരു പരിപാടിക്ക് വന്ന കോല ഇത് നിങ്ങൾ കണ്ടോ, കൂടുതൽ ചളിയും മണ്ണും ഇറങ്ങിയിട്ട്. കാരണം രാവിലെ മുതൽ ഞങ്ങളെല്ലാവരും പുറത്താണ്, അതുകൊണ്ട് കേട്ടോ ഒന്നും വിചാരിക്കരുത്. ഒരുപാട് നന്ദി കേട്ടോ വന്നതിനും എന്താ പറയുക ഇവിടെ വന്നതിനൊക്കെ ഒരുപാട് നന്ദി. നിങ്ങൾ എന്തായാലും നിങ്ങൾ വന്ന് ഇതേ ഷോറൂമിൽ നാളെ ഒന്നും കൂടി പോയി അന്വേഷിച്ച് നോക്കി ഇവിടെ എന്താണ് നടന്നതെന്നുള്ളത്. അവർ കറക്റ്റ് പറഞ്ഞു തരും എന്താണ് എങ്ങനെയാണ് ബൈക്ക് കിട്ടുന്നത്. ഓക്കെ, വേറെ എന്താ പറയുക, നിങ്ങൾക്ക് ഈ ഷോപ്പിൽ ആൾക്കാരില്ല, ഇവർക്ക് ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ്. ഇവിടെ വന്നാൽ മതി. ഓക്കെ, അടിപൊളി വീഡിയോസ് വരാറുണ്ട്. ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആക്കുക, കോൺടാക്ട് ചെയ്യുക. നാളെ തന്നെ വരിക. ജസ്റ്റ് ഇവിടെ വന്ന് ഈ ഒരു വണ്ടിയുടെ കൂടെ സെൽഫിയൊക്കെ എടുത്തിട്ട് ഇവരെ ഒന്ന് ടാഗ് ചെയ്യുക, എന്നെ ഒന്ന് ടാഗ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടും കേട്ടോ. എല്ലാം നടക്കും, എല്ലാം ശരിയാവും. അടിപൊളി വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.